ഹായ്, വെൽക്കം ടു ദി വീഡിയോ. ഇത് ഞങ്ങളൊരു അഡ്വഞ്ചറസ് ട്രിപ്പിനാണ് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇൻട്രൊഡക്ഷൻസ് ഒന്നും പറയുന്നില്ല. കോട്ടയത്ത് കാർഷികമേള നടക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ചാച്ചൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിൽ ന്യൂസിലെപ്പോഴോ കണ്ടതാണ്. ചാച്ച അമ്മയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്കൊരു പ്ലാൻ എ ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ എ ക്യാൻസലാക്കി അമ്മ പ്ലാൻ ബിയിലേക്ക് പിടിച്ചു. അങ്ങനെ അമ്മ കാർഷികമേളയിലേക്ക് അമ്മ എൻട്രി ആയി. മരിയാൻറ്റി, ഇതാണ് മരിയാൻറ്റി. ഒന്ന് ചിരിച്ച മരിയാൻറ്റി. മരിയാൻറ്റി ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്ലാൻ ബീനെ കുറിച്ച് കേട്ടത്. അപ്പൊ മരിയാൻറ്റി ഇതിലേക്ക് എൻട്രി ആയി. പിന്നെ ഞാൻ പിന്നെ ഇവിടുത്തെ VIP മോളായതുകൊണ്ട്, വേലയില്ല പട്ടധാരി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഓൾവേസ് എൻട്രി ആയിരുന്നു. അപ്പൊ വെൽക്കം ടു ദിസ് അഡ്വഞ്ചറസ് ട്രിപ്പ് കാർഷിക വേള. ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങോട്ട് എന്തെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ഓ, അമ്മ എന്താ സംശയം വെച്ചാൽ സംശയമല്ലേ? കോണ്ടിനൻസാ എളുപ്പമുള്ളത് ചോദിക്കണേ. 7. വെൽക്കം. അമ്മയുടെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചേ? ഇത് ജ്യൂസ്. ഓക്കെ, ക്ലൂ ആയി. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ആണുങ്ങൾ ഉപയോഗിക്കോ? അങ്ങനെ കാർഷികമേളയൊക്കെ കണ്ട് വിശന്ന് കരിഞ്ഞ് ഞങ്ങൾ പിന്നെ എത്തിപ്പെട്ടത് ഈ ഫുഡ് കോർട്ടിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു വർഷം മുമ്പത്തെ ഫേമസ് വനസുന്ദരി ചിക്കനൊക്കെ? അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ കൂട്ടത്തിൽ നല്ല അതിശയപ്പത്തൽ, പിടിയും കോഴിയും, പിന്നെ കിഴിപ്പുകട്ടെ, ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഈ തകർത്ത് പെയ്യുന്ന മഴയത്ത് വീട്ടിലെത്തി. അപ്പോഴാണ് ഞാൻ ഓർത്തേ. ഹലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ വഴിക്ക് നടക്കുമ്പം നമുക്കിങ്ങനെ ഒരു ലോഡ് ബ്രോഷേഴ്സ് കിട്ടും. സ്വർണ്ണപ്പണി വായ്പകളുടെ, പിന്നെ മത്സ്യകൃഷിക്ക് വായ്പകൾ കൊടുക്കുന്നു. പിന്നെ എന്താണ്, നമ്മുടെ കേരള സർക്കാർ ഇതുവരെ പുരോഗതിയോടെ ഇത്രയും വർഷങ്ങളിൽ കൂടി എന്താ ചെയ്തു, അങ്ങനെ കുറേ സംഭവങ്ങളുടെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറേ ബ്രോഷേഴ്സ് നമ്മൾ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ബ്രോഷേഴ്സ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ നടക്കുന്ന വഴിക്ക് ഞാനും അമ്മയും വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊന്നും കാണിച്ചു തരാം. ഒത്തിരി സാധനങ്ങളൊന്നുമില്ല, എല്ലായിടത്തും പോയിട്ടുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളാണ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഓവറാകുന്നുണ്ട് ഞാൻ. ഇതാണ് എന്നതാണെന്നറിയാമോ? ഇതൊരു അച്ചാറാണ്. കോവയ്ക്കയും ഈന്തപ്പഴം കൊണ്ട് ഇട്ടുണ്ടാക്കിയത്. അപ്പം നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുമ്പോൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ വാങ്ങിച്ചതാണ് ഇത് അവലോസ് പൊടിയാണ്. ഇതെല്ലാം നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ വിശന്ന് കരിഞ്ഞാണല്ലോ നടക്കുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു, കഴിച്ചു, ഇഷ്ടപ്പെട്ടപ്പോൾ വീട്ടിലേക്കും കൂടെ വാങ്ങിച്ചതാണ്. ഇത് കരിപ്പട്ടി കൊണ്ടുള്ള ഹൽവയാണിത്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാത്തവരെ അതവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ഈ കുടുംബശ്രീയുടെയും അങ്ങനെ ഓരോന്നിൻ്റെയും ബേസ് വന്നേക്കുന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. ഇത് കൊല്ലംകാരുടെ സ്പെഷ്യലായിട്ടുള്ള കാഷ്യൂ. ഇത് കിസ്മിസ്. ഇതൊന്നും അങ്ങനെ പറയേണ്ടതൊന്നുമല്ല. പിന്നെ ചാമയരി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്നതാണ് ചെമ്പരത്തി ഒന്നും തീരെയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ട് ചെമ്പരത്തിയും കൂടെ വാങ്ങിച്ചു. ചെമ്പരത്തിയിട്ടുണ്ട് വേറൊരു കളറുള്ള. ഇത് ഏത് കളറാണ്? ഒരു പിങ്ക് കളറും ഒരു കളറും, ഇനി ഒരു ബ്രൗൺ ഒരു കളറിലുള്ള ഒരെണ്ണം അവിടെ വാങ്ങിച്ചു. അങ്ങനെ രണ്ടെണ്ണം അവിടെ വാങ്ങിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. എനിക്കറിയാം ഞാൻ പറയുന്നത് ഭയങ്കര മെസ്സി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. എനിക്കറിയാം, കുറേ നാളായില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ആയിരിക്കും. അപ്പം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ,
ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പോയി ഇതുപോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവാം നിങ്ങൾക്ക്. പക്ഷെ കൊടുക്കത്തേ ആവുക കേട്ടോ. അപ്പം പോവുക, എൻജോയ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ദാറ്റ്. ടാറ്റാ. അപ്പം എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം.